എൻ്റെ പേര് പ്രതിഭ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 യൂട്യൂബ് വഴിയാണ് മാധവനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഇടയ്ക്ക് 1-2 തവണ ഇവിടെ വന്നു പോവുകയൊക്കെ ചെയ്തു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 26/11/2021 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി വഴി പ്രധാനമായിട്ട് ഈ കാരണം വെച്ച് തന്നെയാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 IUI കഴിഞ്ഞ് ഫെയിലായി. പിന്നെ അടുത്ത IVF-ലോട്ടുള്ള ചാൻസാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യത്തെ 2 ഉടമ്പടി എടുത്തിട്ടും അതിൻ്റെ തീക്ഷ്ണതയോടുകൂടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3-ാമത്തെ തവണ ഞാൻ കൃത്യമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ഷീറ്റ് വിശ്വാസ പ്രമാണം എഴുതി ഓരോ പത്രത്തിനകത്ത് വെച്ച് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നത് പോലെ ഒട്ടും താമസിക്കാതെ തന്നെ 2 ദിവസം കൊണ്ട് എല്ലാ വീടുകൾ തോറും നടന്ന് വേണ്ടെന്ന് പറയുന്നവർക്ക് കൊടുക്കത്തില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും കൊടുത്ത് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര അവിടെ പോയി രോഗികളെ കണ്ട് അവർക്കുള്ള സഹായങ്ങളൊക്കെയും ചെയ്ത് ഞാൻ ഇവിടെ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒട്ടും വിചാരിക്കാത്ത സമയത്താണ് മോൾക്ക് പ്രഗ്നൻസി ആയത്. പിന്നെ അതിന് ശേഷവും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 5-ാം മാസത്തിൽ സെർവിക്സിൽ ലെങ്ത് കുറവെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് 8-ാം മാസത്തിലെ സ്കാനിങ്ങിനായിട്ട് പോയപ്പോൾ ഓക്സിജൻ സപ്ലൈ കുഞ്ഞിന് കുറവെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സിസേറിയൻ നടത്തി. പിന്നെ കുഞ്ഞിനെ NICU-യിലായിരുന്നു വെച്ചിരുന്നത്. അന്നേരമൊക്കെ ഈ മാതാവിൻ്റെ കാശ് രൂപം രാവിലെയും വൈകിട്ട് ഞാൻ ആ NICU-നകത്ത് കൊണ്ട് സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ച് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ വെച്ചും പ്രാർത്ഥിപ്പിച്ച് അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ കിട്ടിയത്. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഈ മോളുടെ ഹസ്ബൻഡ് വീട്ടിലെ ഒരേ ഒരു മോനാണ്. അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ അന്യം നിന്ന് പോകുന്ന ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ കിട്ടിയത്. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് 2 ലോണിനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു. 2 ബാങ്കുകാർ അത് റിജക്ഷൻ കാണിച്ചു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ 3-ാമതൊരു ബാങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് ലോണ് പാസ്സാക്കി കിട്ടി. അന്നേരം അത് വലിയ ആശ്വാസമായിരുന്നു. പിന്നെ KSF-ൽ ഞങ്ങൾക്ക് 120 മാസത്തെ ഒരു ചിട്ടിയുടെ നറുക്കുണ്ടായിരുന്നു. അതും മാതാവിൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഒരു 11-ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് വീണ് അങ്ങനെയും മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവ് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഈ അവസരത്തിൽ പറയുന്നു. കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാ ഇന്നിപ്പം ഇങ്ങനെ ചെയ്തത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോഡ് ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറ്റിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മരുമോനും മോളും തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഈ ആശുപത്രികൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി, ഞാൻ ബാലരാമപുരമാണ് എൻ്റെ സ്ഥലം, അവിടെ പോയി ഞാൻ രോഗികളെയൊക്കെ കാണാറുണ്ട്. അവർക്ക് വേണ്ടുന്നതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ 3-ാമത്തെ ഉടമ്പടി അതിൻ്റേതായ രീതിക്ക് ഞാൻ വലിയ തീക്ഷ്ണതയോടുകൂടി ചെയ്തപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയത്. ഞാൻ ഹിന്ദുവാണ്. എനിക്ക് ബൈബിള് വായിക്കാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വായിക്കാനായിട്ട് എടുക്കും. പക്ഷേ എനിക്കത് ഒട്ടും മനസ്സിലാകത്തില്ല വായിച്ചാൽ. എന്നാലും ഞാൻ പറ്റും പോലെയൊക്കെ അത് വായിക്കാറുണ്ട്. എന്തെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. ഈ കൊന്തയുടെ രഹസ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയും ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെയും പറയും. രാത്രി കിടക്കാൻ സമയത്തും എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ എൻ്റെ പേഴ്സിൽ കൊന്ത വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്. അങ്ങനെ 3-ാമത്തെ ഉടമ്പടി വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഞാൻ നടത്തിയെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം അരുളി ചെയ്യുന്നു: സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. തൻ്റെ മകളുടെ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് പ്രതിഭ എന്ന അമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മകൾക്ക് എത്ര നാളായിട്ട് വിവാഹം കഴിഞ്ഞ് എത്ര നാളായെന്നും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റുകൾ IUI 2 തവണ ചെയ്തു. IVF ചെയ്യാം എന്നുള്ള ഇതിലിരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന്
നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ, അതായത് മകൾ പ്രഗ്നൻ്റ് ആകുന്നതും, എന്നാൽ വീണ്ടും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. NICUയിലൊക്കെ ആയിരുന്നു കുഞ്ഞ്. വീണ്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലൊക്കെ കാശുരൂപമൊക്കെ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും, പ്രഗ്നൻസിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അമ്മയുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണെന്നാണ് ഇവിടെ നാം സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇവിടെ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നാം കേൾക്കേണ്ടതുണ്ട്. തൻ്റെ താൻ ഉടമ്പടി എടുത്തു, എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ അതങ്ങ് പോയി. എന്നാൽ ഏറ്റവും തീഷ്ണതയോടെ താൻ എപ്പോഴൊക്കെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഈ മകൾക്ക് ആത്മാർത്ഥമായിട്ട് താൻ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഈ മകൾക്ക് തന്നെ മനസ്സിലാകുന്നത്. അങ്ങനെ തൻ്റെ ജീവിത രീതിയിൽ ഉടമ്പടി ജീവിതം, അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ബോധ്യമാകുന്നു. പിന്നീടാണ് താൻ കൃപാസന പത്രമൊക്കെ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അത് അത്രയേറെ തീഷ്ണതയോടെ കൃപാസന പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനും, എല്ലാ പത്രത്തിലും കൃപാസന പത്രത്തിലും വിശ്വാസ പ്രമാണം എഴുതി അത് മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. അത് തന്നെ ഒരു പ്രഘോഷണമാണ്. അതുപോലെ വീടുകൾ കയറി ഇറങ്ങി നടന്നു കൊടുക്കുക, തൻ്റെ അനുഭവം, അതായത് ഇനി തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അത് താൻ എല്ലാവരോടും പ്രഖ്യാപിക്കും എന്നുള്ള ഒരു തീഷ്ണത തന്നെയാണ് ഈ മകളെ ഇങ്ങനെ ചെയ്യുവാനൊക്കെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളവർ കൃപാസനത്തിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന റോമ 10:9 തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ മകൾ പങ്കുവയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുക. ക്രിസ്തു രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ. അങ്ങനെ തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനിടയായി. അത് തങ്ങളുടെ ജീവിതത്തിലെ തന്നെ, അതായത് ഒരു മോനാണ് ആ മകളുടെ ഹസ്ബൻഡ്. അപ്പോൾ കുടുംബത്തിൽ ഇനി ഒരു കുഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായും ഒരു വേദനയാണ് തൻ്റെ മകൾക്കെന്നറിയുന്ന അമ്മ അത്രയേറെ തീഷ്ണതയോടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കുഞ്ഞിനെ ലഭിച്ചതും മറ്റ് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത് ഇവിടെ പറയുന്നുണ്ട്. ലോൺ പാസ്സാകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തങ്ങൾക്കൊരിക്കലും അത്ര പെട്ടെന്നൊന്നും KSFE-ന്ന് ഒരു ചിട്ടി അടിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എന്നാൽ അതൊക്കെ തങ്ങൾക്ക് ലഭിക്കാനിടയായി. തൻ്റെ അനുഭവം ഇന്ന് മറ്റുള്ളവരുമായി പങ്കുവെച്ച് തനിക്ക് ആകുന്ന എല്ലാ രീതിയിലും ഇന്ന് പ്രാർത്ഥനയിൽ തീഷ്ണതയോടെ മുമ്പോട്ട് പോകുന്നു. ഈ കുടുംബത്തെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.